നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗോപിക ഏട്ടാ, ഗോപിക വിളിക്കണ്ട. ഗോപിക അഞ്ജിത്തെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. എന്തായാലും അവള് വരട്ടെ. ഗോപികയെ വിളിച്ച് വെറുതെ മാപ്പ് പറയിക്കേണ്ടതിന്റെ ഒരു കാര്യമില്ല. അപ്പൊ ഗോപിക എന്നെ തല്ലിയത് ശരിയാണെന്നാണോ അഭിയേട്ടൻ പറയുന്നത്? നീ ഒന്നും മിണ്ടാതിരിക്കുക. ഗോപിക വരട്ടെ. ഗോപിക എന്താ ഋഷി, എന്തിനാ വിളിച്ച്? നീ അഞ്ജിതയെ തല്ലിയോ? തല്ലി. കേട്ടല്ലോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പൊ നിങ്ങക്ക് ബോധ്യായല്ലോ. ഞാൻ തല്ലി എന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ എന്തിനാ ഞാൻ ഇവളെ തല്ലിയെന്ന് ഋഷിക്കറിയോ? അതൊന്നും എനിക്കറിയണ്ട. നീ ഇവളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് നീ ഇവളോട് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞേ തീരൂ. ഞാൻ ഇവളോട് മാപ്പ് പറയാനോ? നടക്കില്ല ഋഷി. ഗോപിക, ഞാൻ വെറുതെ ഒന്നും അല്ല ഇവിടെ തല്ലിയത്. എന്നെ എന്റെ ചേച്ചി ഇവളെ അപമാനിച്ചു. അത് കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ ഞാൻ ഇവിടെ തല്ലിയത്, തല്ലിപ്പോയത്. അതെന്തോ ആയിക്കോട്ടെ, നീ അഞ്ജിതയോട് ഇപ്പൊ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞേ തീരൂ. ഋഷി എന്തിനാ ന്യായം നോക്കാതെ ഇവളുടെ പക്ഷം പിടിക്കുന്നേ? മാപ്പ് പറ ഗോപിക, അഞ്ജിതയോട് മാപ്പ് പറ. എനിക്കതിന് പറ്റില്ല. ഋഷി, വേണ്ട, നിങ്ങൾ തമ്മിൽ ഇതിന്റെ പേരിൽ തല്ലോ വഴക്കോ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞാൽ ഗോപിക അനുസരിക്കും. മാപ്പ് പറ മോളെ, അഞ്ജിതയോട് മാപ്പ് പറ. നിന്നോട് മാപ്പ് പറയാനാ ഞാൻ പറഞ്ഞത്. ഞാനാ പറയുന്ന മാപ്പ് പറയാൻ. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? ഗോപു പറ. ഗോപിയെ, ഋഷി ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെട്ടിട്ട് നീ അതനുസരിക്കാതെ ഋഷിയോട് എതിർത്ത് സംസാരിച്ചത് തെറ്റാണ്. നിന്നെ ശാസിക്കാനും ഉപദേശിക്കാനും ഉള്ള അധികാരം ഋഷിക്കുണ്ട്. അത് മനസ്സിലാക്കി വേണം നീ പെരുമാറേണ്ടത്. ചെയ്ത തെറ്റിന് നീ ഋഷിയോട് മാപ്പ് ചോദിക്കേ. എന്നോട് മാപ്പ് ചോദിക്കൊന്നും വേണ്ട. ചെയ്തത് തെറ്റാണെന്ന് ഗോപിക സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. മോളെ, പ്രശ്നം വഷളാക്കിയിട്ട് ഇവറ്റകളെ രണ്ടും പുറത്താക്കാൻ നോക്കിയിട്ട് നടന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.